സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു ക്വിക്ക് റിവിഷൻ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ 50 ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. മുഴുവൻ ക്വസ്റ്റ്യൻസിന്റെയും ആൻസേഴ്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല. കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത് ഏത് ജില്ലയാണ്? പാലക്കാട് ജില്ലയാണ്. പാലക്കാട് ജില്ലയാണ് കേരളത്തിന്റെ നെല്ലറ എന്ന് അറിയപ്പെടുന്നത്. പാലക്കാട്. ISROയുടെ ചെയർമാനായ ആദ്യത്തെ മലയാളി. ISROയുടെ ചെയർമാനായ ആദ്യത്തെ മലയാളി MGK മേനോനാണ്. MGK മേനോനാണ് ISROയുടെ ചെയർമാനായ ആദ്യത്തെ മലയാളി. MGK മേനോൻ. വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്ന്? വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? 2005 ഒക്ടോബർ 12-നാണ്. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? 2005 ആണ്. 2005 ഒക്ടോബർ മാസം 12-ാം തീയതിയാണ് വിവരാവകാശ നിയമം നിലവിൽ വന്നത്. കോഴിക്കോട് ജില്ലയിലെ മലബാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി. കോഴിക്കോട് ജില്ലയിലെ മലബാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി കുറ്റ്യാടിപ്പുഴയാണ്. കുറ്റ്യാടിപ്പുഴ. മലബാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മലബാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് കുറ്റ്യാടിപ്പുഴ. സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് നാഥുല ചുരമാണ്. നാഥുല ചുരമാണ് സിക്കിമിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത്. പാസേജ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ എന്ന പുസ്തകം ആരുടേതാണ്? പാസേജസ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ എന്ന പുസ്തകം ചാൾസ് ബാബേജിൻ്റെതാണ്. പാസേജസ് ഫ്രം ദ ലൈഫ് ഓഫ് എ ഫിലോസഫർ എന്ന പുസ്തകം ആരുടേതാണ്? ചാൾസ് ബാബേജ്. ഗൂഗിൾ എന്നത് ഒരു ഡാഷ് ആണ്. ഗൂഗിൾ സെർച്ച് എഞ്ചിനാണ്. ഗൂഗിൾ എന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. സിംഗറേണി കൽക്കരി ഏത് സംസ്ഥാനത്താണ്? സിംഗറേണി കൽക്കരി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തെലങ്കാനയിലാണ്. തെലങ്കാനയിലാണ് സിംഗറേണി കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്നത്. സിംഗറേണി എന്താണ്? കൽക്കരി ഖനിയാണ്. സിംഗറേണി കൽക്കരി ഖനി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തെലങ്കാന. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട ആദ്യത്തെ മലയാള സിനിമ. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട ആദ്യ മലയാള സിനിമയാണ് സ്വം എന്നത്. സംവിധാനം ചെയ്തത് ഷാജി N കരുണാണ്. സിനിമയുടെ പേര് സ്വം. സംവിധാനം ആരാണ്? ഷാജി N കരുൺ. കാൻ ഫിലിം ഫെസ്റ്റിവലിൽ മത്സര വിഭാഗത്തിൽ പ്രദർശിപ്പിക്കപ്പെട്ട ആദ്യത്തെ മലയാള സിനിമയാണ് സ്വം. ഭാരതരത്ന നേടിയ ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ വ്യക്തി. ഭാരതരത്ന നേടിയ ഇന്ത്യക്കാരനല്ലാത്ത ആദ്യത്തെ വ്യക്തിയാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. അടുത്ത ചോദ്യം, ഉപാധികൾക്ക് വിധേയമായി പുതിയ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം ഏത്? ഉപാധികൾക്ക് വിധേയമായിട്ട് പുതിയ സംസ്ഥാനങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദമാണ് 2. രണ്ടാമത്തെ അനുച്ഛേദം. അടുത്ത ചോദ്യം, നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദം ഏതാണ്? നിലവിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പുതിയ സംസ്ഥാനങ്ങൾ രൂപവൽക്കരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ഭരണഘടനയിലെ അനുച്ഛേദമാണ് അനുച്ഛേദം 3. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ട വർഷം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ടത് 1927-ലാണ്. 1927-ലാണ് ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രൂപം കൊണ്ടത്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനം. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി.
ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏതാണ്? ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത NH 744 ആണ്. NH 744 ആണ് ആര്യങ്കാവ് ചുരത്തിലൂടെ. ഏത് ചുരമാണ്? ആര്യങ്കാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാതയാണ് NH 744. കേരള മുഖ്യമന്ത്രിയായ ശേഷം സംസ്ഥാന ഗവർണറായിട്ട് നിയമിതനായ ഏക വ്യക്തി ആര്? കേരള മുഖ്യമന്ത്രിയായതിനു ശേഷം സംസ്ഥാന ഗവർണറായിട്ട് നിയമിതനായ ഏക വ്യക്തിയാണ് പട്ടം താണുപിള്ള. പട്ടം താണുപിള്ള. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ, അടിയന്തര ഹോർമോൺ അഡ്രിനാലിൻ ആണ്. അടിയന്തര ഹോർമോൺ എന്നറിയപ്പെടുന്നത് അഡ്രിനാലിൻ. സുനാമി പോലുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് തീരപ്രദേശത്തെ സംരക്ഷിക്കുന്നതിന് കണ്ടൽ ചെടികളും കുറ്റിച്ചെടികളും വച്ചുപിടിപ്പിക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതി. സുനാമി പോലുള്ള പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് തീരപ്രദേശത്തെ സംരക്ഷിക്കുന്നതിന് കണ്ടൽ ചെടികളും കുറ്റിച്ചെടികളും വച്ചുപിടിപ്പിക്കുന്ന വനം വകുപ്പിന്റെ പദ്ധതിയാണ് ഹരിത തീരം. പദ്ധതിയുടെ പേര് ഹരിത തീരം. അരിമ്പാറയുണ്ടാക്കുന്ന വൈറസ്. അരിമ്പാറയുണ്ടാക്കുന്ന വൈറസ് ആണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. അരിമ്പാറയുണ്ടാക്കുന്ന വൈറസ് ഏതാണ്? ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. 1687 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം സൂറത്തിൽ നിന്ന് എവിടേക്കാണ് മാറ്റിയത്? ഏത് വർഷമാണ്? 1687 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആസ്ഥാനം സൂറത്തിൽ നിന്ന് എവിടേക്കാണ് മാറ്റിയത്? മുംബൈയിലേക്കാണ് മാറ്റിയത്. മുംബൈ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കിയത് എന്ന്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കിയത് 1947 ജൂലൈ 18 1947 ജൂലൈ 18 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസാക്കിയത്. ദി കൊളീഷൻ ഇയേഴ്സ് എന്ന പുസ്തകം രചിച്ച മുൻ രാഷ്ട്രപതി. ദി കൊളീഷൻ ഇയേഴ്സ് എന്ന പുസ്തകം രചിച്ച മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയാണ്. പ്രണബ് മുഖർജി. പാറ തുറക്കാൻ ഉപയോഗിക്കുന്ന ഡ്രില്ലിംഗ് ബിറ്റ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലോഹസങ്കരം. പാറ തുറക്കാൻ ഉപയോഗിക്കുന്ന ഡ്രില്ലിംഗ് ബിറ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് മാംഗനീസ് സ്റ്റീൽ. മാംഗനീസ് സ്റ്റീൽ. അഞ്ചാം വേദം എന്ന് കണക്കാക്കപ്പെടുന്ന തമിഴ് കൃതി ഏതാണ്? അഞ്ചാം വേദം എന്ന് കണക്കാക്കപ്പെടുന്ന തമിഴ് കൃതി തിരുക്കുറലാണ്. തിരുക്കുറൽ. അഞ്ചാം വേദം എന്ന് കണക്കാക്കപ്പെടുന്ന തമിഴ് കൃതി ഏതാണ്? തിരുക്കുറൽ. പ്രശസ്തമായ മാമാങ്കം നടത്തിയിരുന്നത് ഏത് പുഴയുടെ തീരത്തായിരുന്നു? പ്രശസ്തമായ മാമാങ്കം നടത്തിയിരുന്നത് ഏത് പുഴയുടെ തീരത്തായിരുന്നു? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴയുടെ തീരത്താണ് പ്രശസ്തമായ മാമാങ്കം നടത്തിയിരുന്നത്. ഭാരതപ്പുഴ. ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനം ഏതാണ്? ധാതു സമ്പത്തിൽ ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള സംസ്ഥാനമാണ് ജാർഖണ്ഡ്. ഏതാണ്? ജാർഖണ്ഡ്. നീതി ആയോഗ് നിലവിൽ വന്ന തീയതി. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1 2015 ജനുവരി 1 നീതി ആയോഗ് നിലവിൽ വന്നത്. 2015 ജനുവരി 1. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യ പ്രസിഡന്റ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? APJ അബ്ദുൽ കലാം ആണ്. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആദ്യത്തെ പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ്. ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ് ഫോമിക് ആസിഡ് ആണ്. ഉറുമ്പുകൾ സ്രവിപ്പിക്കുന്ന ആസിഡ് ഏതാണ്? ഫോമിക് ആസിഡ്. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യ ഭാരതീയൻ. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയനാണ് ദാദാബായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെന്റിൽ അംഗമായ ആദ്യത്തെ ഭാരതീയൻ ആരാണ്? ദാദാബായ് നവറോജിയാണ്. ദാദാബായ് നവറോജി.
ഗ്രാമ്പുവിന് മണവും എരിവും നൽകുന്ന രാസവസ്തു. ഗ്രാമ്പുവിന് മണവും എരിവും നൽകുന്ന രാസവസ്തുവാണ് യൂജിനോൾ. യൂജിനോൾ. ലെൻസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ലെൻസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ആണ് ഫ്ലിന്റ് ഗ്ലാസ്. ലെൻസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ഫ്ലിന്റ് ഗ്ലാസ്. ഏത് ധാതുവിന്റെ ആധിക്യം കാരണമുണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ്? സിഡറോസിസ് എന്നത് ഏത് ധാതുവിന്റെ ആധിക്യം കാരണമുണ്ടാകുന്ന അവസ്ഥയാണ്? ഇരുമ്പാണ്. ഇരുമ്പിന്റെ ആധിക്യം കാരണമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് സിഡറോസിസ്. എല്ലാ അമാവാസി നാളിലും സൂര്യഗ്രഹണം നടക്കാത്തതിന് കാരണം? അമാവാസി നാളുകളിൽ സൂര്യഗ്രഹണം, എല്ലാ അമാവാസി നാളിലും സൂര്യഗ്രഹണം നടക്കാത്തതിന് കാരണം ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെ ചെരിവാണ്. ചന്ദ്രന്റെ ഭ്രമണപഥത്തിലെ ചെരിവ്. വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരിയിൽ ചേരുന്ന നദി ഏതാണ്? വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരിയിൽ ചേരുന്നത് കബനി നദിയാണ്. വയനാട്ടിലെ തൊണ്ടാർമുടിയിൽ നിന്ന് ഉത്ഭവിച്ച് കാവേരിയിൽ ചേരുന്ന നദിയാണ് കബനി നദി. ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ആദ്യ താരം? ICC ക്രിക്കറ്റർ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയ ആദ്യത്തെ താരമാണ് രാഹുൽ ദ്രാവിഡ്. രാഹുൽ ദ്രാവിഡ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്ന് വിളിപ്പേരുള്ള നഗരം? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്ന് വിളിപ്പേരുള്ള നഗരം കൊൽക്കത്തയാണ്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ഈറ്റില്ലം എന്ന് വിളിപ്പേരുള്ള നഗരമാണ് കൊൽക്കത്ത. തുമ്പൂർ മൊഴി അണക്കെട്ട് ഏത് നദിയിലാണ്? തുമ്പൂർ മൊഴി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? ചാലക്കുടി പുഴയിലാണ്. ചാലക്കുടി പുഴയിലാണ് തുമ്പൂർ മൊഴി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. ചാലക്കുടി പുഴ. വനവൽക്കരണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം ഏതാണ്? വനവൽക്കരണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരം ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്രയാണ്. ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര. വനവൽക്കരണത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പുരസ്കാരമാണ് ഇന്ദിരാ പ്രിയദർശിനി വൃക്ഷമിത്ര. ഒരു ഉരുക്ക് സൂചി ചുട്ടുപഴുപ്പിച്ച ശേഷം വായുവിൽ സാവധാനം തണുപ്പിക്കുന്ന രീതി? ഒരു ഉരുക്ക് സൂചി ചുട്ടുപഴുപ്പിച്ച ശേഷം വായുവിൽ അത് സാവധാനം തണുപ്പിക്കുന്ന രീതിയാണ് അനീലിംഗ്. അനീലിംഗ്. ദ്രവ്യത്തിന്റെ ഏതവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത്? ദ്രവ്യത്തിന്റെ ഏത് അവസ്ഥയിലാണ് തന്മാത്രകൾ ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത്? പ്ലാസ്മാവസ്ഥയിലാണ്. പ്ലാസ്മാവസ്ഥയിലാണ് തന്മാത്രകൾ ക്രമരഹിതമായിട്ട് ഏറ്റവും കൂടുതൽ ക്രമരഹിതമായിട്ട് കാണപ്പെടുന്നത്. ഡച്ചുകാർ നിർമ്മിച്ച ചേറ്റുവ കോട്ട അഥവാ ഫോർട്ട് വില്യമിന്റെ അവശിഷ്ടങ്ങൾ ഏത് ജില്ലയിലാണുള്ളത്? ഡച്ചുകാർ നിർമ്മിച്ച ചേറ്റുവ കോട്ട അഥവാ ഫോർട്ട് വില്യമിന്റെ അവശിഷ്ടങ്ങൾ തൃശൂർ ജില്ലയിലാണ്. തൃശൂർ ജില്ല. ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ്? ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ് ധർമ്മരാജാവാണ്. ധർമ്മരാജാവാണ് ആധുനിക തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച രാജാവ്. ധർമ്മരാജാവ്. ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ എന്ന് അറിയപ്പെടുന്നത്? ഇന്ത്യൻ പാർലമെന്റിന്റെ അധോസഭ ഏതാണ്? ലോകസഭയാണ്. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭ എന്നറിയപ്പെടുന്നത് ഏതാണ്? കമന്റ് ചെയ്യുക. അധോസഭ, ലോകസഭ. ഉപരിസഭ ഏതെന്ന് കമന്റ് ചെയ്യുക. മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്ന താപനില? മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്ന താപനിലയാണ് 4.2 കെൽവിൻ. മെർക്കുറി അതിചാലകത പ്രദർശിപ്പിക്കുന്ന താപനിലയാണ് 4.2 കെൽവിൻ. ചലിക്കുന്ന കാവ്യം എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നൃത്തരൂപം ഏത്? ചലിക്കുന്ന കാവ്യം ഭരതനാട്യമാണ്. ഭരതനാട്യം. എന്നാൽ ചലിക്കുന്ന ശില്പം എന്നറിയപ്പെടുന്നത് എന്താണ്? ചലിക്കുന്ന ശില്പം. കമന്റ് ചെയ്യുക. ചലിക്കുന്ന കാവ്യം ഭരതനാട്യം, ചലിക്കുന്ന ശില്പം ഏതെന്ന് കമന്റ് ചെയ്യുക.
കേരളത്തിൽ ഇംഗ്ലീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട. കേരളത്തിൽ ഇംഗ്ലീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. കേരളത്തിൽ ഇംഗ്ലീഷുകാർ നിർമ്മിച്ച ആദ്യത്തെ കോട്ട ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അഞ്ചുതെങ്ങ് കോട്ടയാണ്. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജം. ഏറ്റവും സുരക്ഷിതവും ചെലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജമാണ് സൗരോർജം. സൗരോർജം. ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്നറിയപ്പെടുന്നത് ആര്? ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി വിനോബ ഭാവെയാണ്. വിനോബ ഭാവെയാണ് ഗാന്ധിജിയുടെ ആത്മീയ പിൻഗാമി എന്ന് അറിയപ്പെടുന്നത്. വിനോബ ഭാവെ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യമാണ്. നോബൽ സമ്മാനം നിലവിൽ വന്ന വർഷം ഏതാണ്? നോബൽ സമ്മാനം നിലവിൽ വന്ന വർഷം 1901 1901 നോബൽ സമ്മാനം നിലവിൽ വന്നത്. 1901. ഇത്രയുമാണ് ക്വസ്റ്റ്യൻസ്. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.